ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. റജബ് മാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. പ്രധാനമായും വിശുദ്ധ റമദാൻ ഷരീഫ് അതിന്റെ ഫസ്റ്റ് ഗേറ്റ് ആയിട്ട് സ്ഥാപിച്ച മാസമാണ് റജബ് മാസം. ആ ഫസ്റ്റ് ഗേറ്റിലൂടെ തന്നെ പ്രവേശിക്കണം റമദാൻ മാസത്തിലേക്ക് എത്തണമെങ്കിൽ. റമദാൻ മാസത്തിന് ഒരു ബാഹ്യമായ റമദാൻ മാസവും ഉണ്ട്, ഒരു ആത്മീയ റമദാൻ മാസവും ഉണ്ട്. ആ ആത്മീയമായ റമദാൻ മാസം അതിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു ആത്മീയ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റാണ് വിശുദ്ധ റജബ്. റജബിന്റെ ഗേറ്റ്, ആ ഗേറ്റ് തുറക്കപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസം പിറന്നാല് ദുആ ചെയ്തത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അപ്പോ എന്താണ് ഗേറ്റ്? റജബ് എന്ന ആത്മീയ ഗേറ്റ് ഏതാ? അത് മനുഷ്യൻ അവന്റെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും മോചിതനായി ഒരു ബാഹ്യമായ പശ്ചാത്താപം, ആ പശ്ചാത്താപമുള്ളവന് മാത്രമേ വിശുദ്ധ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയൂ. അല്ലെങ്കിൽ ആ റമദാൻ മാസം നോമ്പൊക്കെ പിടിച്ചാലും തറാവീഹൊക്കെ നിസ്കരിച്ചാലും അത് ഒരു പട്ടിണിയും വെറുമ്പണിയുമായി മാറും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നാം എപ്പോഴും ദുആ ചെയ്യണം, റബ്ബേ റജബിന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യണം. റജബിന്റെ ബർക്കത്ത് റജബിൽ കിട്ടേണ്ട, റജബ് മാസത്തിൽ കിട്ടേണ്ട, അല്ലെങ്കിൽ നാം കൈവരിക്കേണ്ട ആ ആത്മവിശുദ്ധിയാണ്. ആ ആത്മവിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണത്? അത് കണ്ണിനെ സൂക്ഷിക്കുക. കണ്ടുകൊണ്ട് റജബ് മാസത്തിൽ തെറ്റ് ചെയ്യുന്നവന് ശഅബാനിൽ ലഭിക്കേണ്ട ഒരു വിശുദ്ധി ഉണ്ട്, അല്ലെങ്കിൽ ശഅബാൻ മാസത്തിൽ തുറക്കപ്പെടേണ്ട ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് തുറക്കപ്പെടുകയില്ല. ഓരോ അവയവങ്ങളെ കൊണ്ടും, കാതുകൊണ്ടും നാക്കുകൊണ്ടും മനുഷ്യന്റെ എല്ലാ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടും ചെയ്യുന്ന തെറ്റുകൾ, ആ തെറ്റിന്ന് വിട്ടു നിൽക്കാനുള്ള സൗഭാഗ്യത്തിനാണ് ബർക്കത്തുൽ റജബ് എന്ന് പറയാം. റജബിലെ ബർക്കത്ത്, ആ റജബിലെ ആ ബർക്കത്ത്, ആ സൗഭാഗ്യം നമ്മൾ ഈ മാസത്തില് കൈവരിക്കണം. തൗബ നാം ചെയ്യണം. നാം ചെയ്യുകയും ആ തൗബയിൽ നിലനിൽക്കാൻ ഉള്ള തൗഫീഖിന് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുമാണ്. അതാ അല്ലാഹു ബാരിക് ലനാ ഫീ റജബ്. പിന്നെ ശഅബാനില് ഹൃദയം കൊണ്ട് ചെയ്യുന്ന തെറ്റുകള്, കിബ്ർ, അസൂയ, ഉൾനാട്യം, ലോകമാന്യം, പോര്, അലച്ച, അനാവശ്യമായ വൈകാരിക ചിന്തകൾ, ഇങ്ങനെ കുറെ വേണ്ട കൽബിലുണ്ടാകും. ആ സ്വഭാവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊരു ധാരണ വേണമെങ്കിൽ, ധാരണ ഉണ്ടായ ശേഷം എനിക്കതിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ചിന്ത വരണമെങ്കിൽ ആദ്യം മനുഷ്യനെ അവന്റെ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നേ പറ്റൂ. അതിന്റെ ശേഷമേ എനിക്ക് അങ്ങനെയൊക്കെ കുഴപ്പത്തിന് ഒന്ന് മാറേണ്ടതുണ്ട് എന്നുള്ള ചിന്ത വരും. അതുകൊണ്ട് അതാണ് റജബിന്റെ കവാടം, ശഅബാൻ എന്ന കവാടം, വിശുദ്ധി എന്ന കവാടം തുറക്കപ്പെടും. ഈ രണ്ട് കവാടം തുറക്കപ്പെട്ടാൽ പിന്നെ ബല്ലിഗ്നാ റമദാൻ എന്ന് പറഞ്ഞാൽ റമദാനിന്റെ ലാസ്റ്റ് വരെ ഞങ്ങൾ എത്തിക്കണേ, തുടക്കത്തേക്ക് എത്തിച്ചാൽ ബല്ലിഗ്നാ റമദാന്റെ ആ രാത്രി തന്നെ, ഒന്നാമത്തെ രാത്രി തന്നെ മരിച്ചു പോകും. ബല്ലിഗ്നാ റമദാൻ, ആ റമദാനിന്റെ അവസാന രാത്രി വരെ ഞങ്ങൾ എത്തിക്കണം റബ്ബേ.
അത്ര മതി. വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വസ്സലാത്തി എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിനില്ല. അതിന്റെ ആവശ്യമില്ല. എന്താണ് ഈ ബറക്കത്ത് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ ദുആന്റെ ആവശ്യമില്ല. അപ്പൊ റജബിന്റെ വലിയ പവിത്രതകളിൽ റജബ് റമദാനിലേക്കുള്ള ഫസ്റ്റ് ഗേറ്റ് ആണ്. ആ ഫസ്റ്റ് ഗേറ്റിലൂടെ തന്നെ റജബ് റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി മുഅ്മിനീങ്ങൾ ശ്രമിക്കണം.